വീട്ടിലേക്ക് കിട്ടും സ്വാഗതം. അപ്പൊ ഇന്ന് വീണ്ടും ഞങ്ങൾക്ക് ബാഗൊക്കെ ആയിട്ട് പോകണുണ്ട് കഴിഞ്ഞപ്പോ അല്ലേ, എവിടെയോ ട്രിപ്പാണ് അല്ലേ, വീണ്ടും ഒരു യാത്ര ഞങ്ങൾ നടത്താണ് ഗൈസ്. എവിടെയാണെന്നൊന്നും പറയുന്നില്ല, പണ്ടത്തെ പോലെ സർപ്രൈസ് നിങ്ങൾ കണ്ടിരിക്കുക. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക. സോ നമ്മളിവിടെ മൂസിൻ ബായും സിമിത തായും ഉണ്ട്. ഞങ്ങൾ 4 പേരാണ് ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. അപ്പോൾ മൂസിൻബായുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അവിടുന്ന് നേരെ അബിയേവ് റോഡ് പോയി, അവിടുന്ന് നേരെ DLR എടുത്ത് സ്ട്രാറ്റ്ഫോർഡ് പോയിട്ട് അവിടുന്ന് നേരെ എലിസബത്ത് ലൈൻ എടുത്ത് ഞങ്ങൾ ഫാരിങ്ടണിലേക്കാണ് യാത്ര തിരിച്ചത്. ഞങ്ങൾ ഫാരിങ്ടണിൽ നിന്ന് നാഷണൽ റെയിൽ തേംസ് ലിങ്ക് എടുത്താണ് പോയത്. അപ്പം അങ്ങനെ കുറേ കോമഡിയൊക്കെ പറഞ്ഞ് രസമായിരുന്നു കേട്ടോ യാത്രയൊക്കെ. അതിൻ്റെ ഇടയിൽ ഫുഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പെരുന്നാളായിട്ട് ഒരു ബിരിയാണി കിട്ടില്ല എന്നുള്ള വിഷമത്തോടു കൂടിയാട്ടോ നമ്മുടെ പോക്ക്. അങ്ങനെ നിങ്ങൾ നേരെ ലൂട്ടണിൽ വന്നു. ലൂട്ടണിൽ അവിടുന്ന് ഡാട്ട് എടുത്തിട്ടാണ് അവിടുന്ന് നേരെ ലൂട്ടൺ എയർപോർട്ടിലേക്ക് പോയത്. പറഞ്ഞ പോലെ ഡാട്ടിന് ഏകദേശം ലെസ് ദാൻ 5 പൗണ്ട് ആയിട്ട് ഒരാൾക്ക്. അതും കൂടി എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യണം ലൂട്ടൺ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ. ലണ്ടനിലെ 4th ബിസിയസ്റ്റ് എയർപോർട്ടാണ് ലൂട്ടൺ എയർപോർട്ട്. മാത്രമല്ല സിംഗിൾ റൺവേ ഉള്ള ഒരു എയർപോർട്ടാണ്. മാത്രമല്ല ഒരു ഹിൽ ടോപ്പിലാണ് ഈ ഒരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ലൂട്ടൺ എയർപോർട്ട്. ലൂട്ടൺ എയർപോർട്ട് ഫസ്റ്റ് വരാണ് കേട്ടോ. ഇവിടുന്ന് ഫസ്റ്റ് ട്രാവൽ ചെയ്യാണ്. പക്ഷെ തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ലൂട്ടൺ എയർപോർട്ടിലെത്തി. ചെക്കിങ് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ഫ്രീൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ കട്ടായിരിക്കുകയാണ്. എങ്ങോട്ടാണ് വിവരങ്ങളൊക്കെ ഡീറ്റെയിൽ പുറത്ത് വരുന്നതായിരിക്കും. ഗായ്സ് കുപ്പിക്ക് കുപ്പി എന്ത് വേണം. പൈനാപ്പിൾ വെള്ളത്തിന് വെള്ളം ഗായ്സ്. എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ കാണണം. ബെസ്റ്റ് ഓഫ് ലണ്ടൻ സുവനീഴ്സ്. എന്താ ജിന്ന? സാഗർ എലിയ ബിരിയാണി കഴിക്കാത്ത ആദ്യത്തെ പെരുന്നാളല്ലേ. അപ്പോൾ നേരെ ഞങ്ങൾ പോയി ചോപ്പ് സ്റ്റിക്കിലേക്ക്. ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ കഴിച്ചു ചോപ്പ് സ്റ്റിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കൂല. ചൈനീസ് ഇത്താനെ കാണിച്ചു തരാം ഗൈസ്. കോല് കുത്തി ചോറ് കഴിക്കുന്ന എജ്ജാതി ടീമുകൾ, അത് നോക്കി നിൽക്കുന്ന പാവപ്പെട്ട ബോസ്, ശ്രമിക്കുന്ന അങ്ങനെയല്ല കഴിക്കണേ പൊട്ടിക്കളി. ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിനെ കളിയാക്കുന്ന എനിക്ക് ചവിട്ട് കിട്ടും. എന്നെ കളിയാക്കിട്ട് കിട്ടണ്ടല്ലോ. സംഭവങ്ങൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബോർഡിംഗ് പാസ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കയറാൻ പോവാണ്. ക്യൂ ആണ്. ബാക്കി വ്ലോഗ് ആകാശത്ത് നമ്മൾ പോകുന്ന പിങ്ക് കളർ, പിങ്കും ബ്ലൂവും വൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി കളറുള്ള ഫ്ലൈറ്റ്. നല്ല കളറുള്ള ഫ്ലൈറ്റ് ആണ്. പിന്നെ ഉണ്ടല്ലോ നമ്മളിവിടെ ക്യൂ നിൽക്കുമ്പോൾ പല പല കാഴ്ചകൾ കാണാം. എന്ന് വെച്ചാൽ അവിടെ ചാർജ് ചെയ്യാനുള്ള സംഭവമുണ്ട്, ഗെയിം കളിക്കാൻ നോക്ക് കാണിക്കൊക്കെ ചാർജ് ചെയ്യാനുള്ള സംഭവമുണ്ട്, ഗെയിം കളിക്കാനുണ്ട്, വെള്ളം കുടിക്കാനുണ്ട്, എന്തൊക്കെ വേണം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഫുള്ളായിരുന്നു കേട്ടോ ഫ്ലൈറ്റ്. പിന്നെ അതിൽ മലയാളികൾ എന്ന് തോന്നുന്ന ആരും ഉണ്ടായില്ല. എല്ലാവരും തന്നെ ബാക്കി കൺട്രീസിലുള്ളവരായിരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ ഫ്ലൈറ്റ് കുറച്ചധികം ഡിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഞങ്ങളൊന്ന് ഉറക്കം തൂങ്ങി കിടന്നു.
ഏകദേശം സെയിം റോയിൽ തന്നെ എല്ലാവർക്കും സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ യാത്ര തിരിച്ചു. അങ്ങനെ നമ്മൾ തിരാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ഒരു 3 മണിക്കൂർ ഉറക്കത്തിന് ശേഷം ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ആ ലാൻഡിങ് എത്തിയിരിക്കുകയാണ്. നമ്മൾ അൽബേനിയയിലെത്തി. അപ്പോൾ രാത്രിയായി. നമ്മുടെ UK ഇങ്ങോട്ട് ഒരു 1 hour ഡിഫറൻസ് ഉണ്ട് കേട്ടോ ടൈം. അപ്പം നാടായിട്ടൊരു 3.5 hours ഡിഫറൻസ് ഉണ്ടെന്നാണ്. ഈ ബാഗാന്ന് എങ്ങനെ മനസ്സിലായത് നിനക്ക്? പേരൊക്കെ പാടാം. നമ്മളവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഒരു കാറ് റെന്റിന് എടുത്തത്. അപ്പോൾ അൽബേനിയ ഫുള്ള് കറങ്ങാൻ വേണ്ടി ആ ഒരു കാർ യൂസ് ചെയ്യാം. നമ്മളിവിടെ നിന്ന് ഇപ്പോൾ റെന്റ് കാറ് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു റെന്റ് കാർ സർവീസ് എടുത്തു. അപ്പോൾ അവർ കുറച്ച് എമൗണ്ട് കാർഡ് പേയ്മെൻറ്റും കുറച്ച് ക്യാഷ് പേയ്മെൻറ്റും ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടുത്ത് ATM ഉണ്ട്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യാൻ വന്നതാണ്. ഇവിടെ വന്നൊരു ഫസ്റ്റ് ബേസിക് സംഭവം കാറാണ് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ റെൻ്റ് കാറിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിലൂടെ കിട്ടും. അപ്പോൾ ഏകദേശം 25-30 റേഞ്ചിലാണ് പെർ ഡേ ഇവിടെ ചാർജ് വരുന്നത്. മാത്രമല്ല ഞങ്ങളിവിടെ വേറൊരു കൺട്രിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ ഉള്ള ഒരു സംഭവമാണ് ശരിക്കും എക്സ്ട്രാ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു പ്രൈസിന് തന്നെ കിട്ടി. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ യൂറോ നമുക്ക് കുറച്ച് ചാർജ് കൂടിപ്പോയി കൺവേർഷൻ പ്രൈസ്. അപ്പോൾ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോവാണ്. നമ്മൾ തിരാന എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു റെൻ്റ് കാർ സർവീസ് എടുത്തു. അവിടെ ഒരുപാട് സർവീസസ് അവൈലബിൾ ആയിരുന്നു കേട്ടോ. കുറേ റെൻ്റ് കാറിൻ്റെ ചെറിയ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കാറിൽ നിന്ന് എടുത്ത കാറ് കാണിക്കാൻ അവിടുത്തെ ഒരു പയ്യൻ നമ്മളെ കൊണ്ടാണ്. ഹ്യൂസൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവന് പഠിത്തം, ജോലി, പിന്നെ ഉറക്കം എന്നാണ് അവൻ്റെ ജോലി. അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പോകണം. മച്ചമാരി ഇതാണ്ട വണ്ടി. അപ്പോൾ നമ്മൾ വണ്ടി റെൻറ്റിനെടുത്തു. പെർ ഡേ 30 pound. സ്കോഡയാണ് എടുത്തത്. സ്കോഡോ വണ്ടി കുഴപ്പമൊന്നുമില്ല. 2024 ന്യൂ വണ്ടിയാണ്. വണ്ടി കുഴപ്പമില്ല ബോസേ. ഇപ്പോൾ ഇവിടുത്തെ ഡ്രൈവിങ് സൗദിയിലെ പോലെയാണ്. ലെഫ്റ്റ് ഹാൻഡാണ് ഡ്രൈവിങ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോസാണ് ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയത്. ബോസാണ് നമ്മുടെ മുഹസിൻ ഭായ്. അപ്പോൾ ആൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സൈഡ് ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്തു. ബാക്കി നമ്മൾ ഉഷാറായിട്ട് അങ്ങനെ പോയി. ഡ്രൈവാണ് വണ്ടിയുടെ ഉള്ളിൽ കയറുമ്പോൾ സൗദി ബാക്കി പുറത്ത് കിട്ടാൻ നോക്കാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് അങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ അടിക്കണം. പെട്രോളിന് ഇവിടെ നമ്മൾ സൗദിയിലെ പോലെ ബെൻസീൻ എന്നാണ് പറയുന്നത്. അവിടെ എല്ലായിടത്തും നമ്മൾ ക്യാഷ് തന്നെയാണ് പേ ചെയ്യേണ്ടി വന്നത്. കാർഡ് പേയ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ക്യാഷ് കയ്യിൽ എപ്പോഴും വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം. പിന്നെ നമുക്ക് പോകുമ്പോൾ ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ ചില ഏരിയ അല്ലെങ്കിൽ വേറെ നമുക്ക് പരിചയമുള്ള ഏതൊക്കെയോ സ്ഥലങ്ങൾ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെയൊക്കെ സിറ്റി തന്നെ കടകളൊക്കെ നേരത്തെ അടയ്ക്കും തോന്നുന്നു. കുറേ ഷോപ്പുകളൊക്കെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലോസ്ഡായി. നമ്മളപ്പോൾ ഒരു അരമണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മുടെ ഹോട്ടലിലെത്തി. അവിടെ ചെക്ക് ഇൻ ചെയ്തു. ഫൈനലി നമ്മൾ തിരാനയിലെ റോസ ബ്ലൂ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ GCAN അതാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ അടിക്കുന്നത്. ഹോട്ടൽ റോസ ബ്ലൂ GCAN അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ എത്തി നമ്മൾ റൂം എടുത്തു. ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കയറിയപ്പോൾ തന്നെ. പിന്നെ നമുക്കിവിടെ സ്പാ ഉണ്ട്, ജിമ്മുണ്ട്, പിന്നെ എന്താണ് ഫുഡ് സംഭവം അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് പുറത്ത് ടർക്കിഷ് ക്യൂസിൻ കിട്ടുന്ന ഹോട്ടൽസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്
booking.com വഴിയാണ്. അങ്ങനെയാണ് ഈ ഒരു ഹോട്ടൽ കണ്ട് സെറ്റായത്. നമുക്ക് കുറച്ച് തുർക്കിഷ് റെസ്റ്റോറൻറ്റൊക്കെ തൊട്ട് റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പേ ചെയ്യുന്നത് നമ്മൾ യൂറോയിലാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നമ്മുടെ UK കാർഡ് വെച്ച് തന്നെയാണ് പേയ്മെൻറ്റൊക്കെ ചെയ്ത്. മാത്രമല്ല സ്പെസിഫിക് സ്ഥലങ്ങൾ, അതായത് പെട്രോൾ, ഇവിടെ പെട്രോളിന് ബെൻസീൻ എന്നാണ് പറയുന്നത്. സൗദിയിലൊക്കെ പറയും പോലെ സെയിം ബെൻസീനാണ്. ഇവിടെ വന്ന് ഫീൽ ചെയ്ത് നമ്മൾ വണ്ടി എടുത്ത് ഏകദേശം ഒരു 20 മിനിറ്റ്സോളം നമ്മൾ ട്രാവൽ ചെയ്താണ് നമ്മൾ റൂമിലേക്ക് എത്തിയത്. അപ്പോൾ കൂടുതലും എനിക്ക് തോന്നിയത് ഒരു അറേബ്യൻ കൾച്ചറിലുള്ള ഡ്രൈവിംഗ് സംഭവങ്ങളൊക്കെയാണ് തോന്നിയതിൽ. യൂറോപ്യൻ കൺട്രി ആണെങ്കിൽ പോലും ആ ഒരു കൾച്ചർ UK പോലെ അല്ല എന്ന് തോന്നി. UK കുറച്ചും കൂടി പെർഫെക്റ്റ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയ സയൻസ് ഒക്കെ മൈന്യൂട്ടായിട്ട് നോക്കി ഡ്രൈവ് ചെയ്യുന്ന ഒരു ലെവലാണെന്ന് തോന്നി. ഇവിടെ നോക്കുമ്പോൾ അതല്ല, കുറച്ചും കൂടി ഒരു റാഷൊക്കെ ഉണ്ട്. നമ്മുടെ നാട് പോലെ ആ ഒരു സ്റ്റൈലുണ്ടെന്ന് തോന്നി. ഇടക്കിടക്ക് ഇങ്ങോട്ട് നോക്കുന്നത് ഇത് റോഡാണ്. അപ്പോൾ അവിടെ ഈ വണ്ടി ചീർപ്പാഞ്ഞു പോകുന്നത് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പോകുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ പല വൈബുകളാണ് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ മുന്നോട്ട് ഇവിടുത്തെ തിരാനയിലെ സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ, അത് വീണ്ടും വീണ്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റുകൾ കാത്തിരിക്കുക. അപ്പോൾ പക്ഷേ പറയാം, നമ്മുടെ ഇന്നത്തെ വിശേഷം തിരാന സിറ്റിയിലെ കാര്യങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ വന്ന് റൂമൊക്കെ എടുത്ത് സെറ്റായി. ഇന്നത്തെ നൈറ്റ് നമ്മളിവിടെ ഹോട്ടലിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ പൂളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൂളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് പൂളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വൈൻഡപ്പ് ലാസ്റ്റ് പൂളിൽ എക്സ്പീരിയൻസ് ഒക്കെ കാണാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഇവിടുത്തെ ആൾക്കാരുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക, കാത്തിരിക്കുക. സെക്കൻഡ് എപ്പിസോഡിനായി ടേക്ക് കെയർ.